ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ സർവീസ് ചെയ്യുമ്പോഴോ അസംബിൾ ചെയ്യുമ്പോഴോ നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ പവർ സപ്ലൈ തമ്മിൽ ഷോർട്ട് ആകുന്നത്. ബാറ്ററികളാണ് നമ്മൾ സാധാരണയായി ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ പവർ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഷോർട്ട് ആകുമ്പോൾ ഈ ബാറ്ററിയുടെ പെർഫോമൻസ് വളരെയധികം കുറയുന്നതാണ്. ഇപ്പോൾ ലിഥിയം അയോൺ ബാറ്ററികൾ പോലുള്ള പവർ സോഴ്സുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചൂടായി കത്തിപ്പോകാനും പൊട്ടിത്തെറിക്കാനും വരെ സാധ്യതയുണ്ട്. നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ഈ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതിനുപയോഗിക്കുന്ന കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 460 ഓംസിൻ്റെ 2 റെസിസ്റ്റർ ഇതിനാവശ്യമാണ്. 2 LED ആവശ്യമുണ്ട്. റെഡിൻ്റെയും ഗ്രീനിൻ്റെയും LED ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 6 വോൾട്ടിൻ്റെ ഒരു SPST റിലേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 12 വോൾട്ടാണ് ഇൻപുട്ടെങ്കിൽ നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ റിലേയും ഉപയോഗിക്കാം. ഒരു പുഷ് ടു ഓൺ സ്വിച്ച് ആവശ്യമാണ്. റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ ഡോട്ടഡ് PCBയിലാണ് ഞാൻ ഈ കമ്പോണൻറ്റ്സ് എല്ലാം കണക്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്. വേറെ സ്പെഷ്യൽ കമ്പോണൻസോ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് എല്ലാ ലോക്കൽ ഇലക്ട്രോണിക് ഷോപ്പുകളിലും കിട്ടുന്നതാണ്. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് PCBയിൽ ഞാൻ ഇത് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോൾഡർ ചെയ്യുന്ന ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇതിലേക്ക് ഇൻപുട്ടായിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അതിനായി 9 വോൾട്ട് ബാറ്ററി കണക്ടർ ഇതിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യാം. റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും ഓരോ വയറുകൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഞാൻ മറ്റൊരു റെഡ് LEDയും പിന്നെ അതിൻ്റെ കൂടെ ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി ഈ ബാറ്ററി കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഈ സർക്യൂട്ടിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റെഡ് LED ആണ് ആദ്യം കത്തുന്നത്. റെഡ് LED കത്തി നിന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല എന്നാണ്. ഇതിലെ പുഷ് ടു ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റെഡ് LED മാറി പകരം ഗ്രീൻ LED കത്തുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെഡ് LEDയും കത്തുന്നുണ്ട്. ഇനി ട്യൂസറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വയറോ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിനെ തമ്മിൽ ഷോർട്ട് ചെയ്യുമ്പോൾ ഗ്രീൻ LED മാറി അവിടെ പകരം റെഡ് LED കത്തുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓരോ തവണ ഷോർട്ടാകുമ്പോഴും നമുക്ക് ഈ പുഷ് ടു ഓൺ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എത്ര റെസിസ്റ്റൻസിൻ്റെ താഴെ ആയാലാണ് ഇത് ഷോർട്ടാകുന്നത് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ എൻ്റെ ഔട്ട്പുട്ടിൽ 10K ഒരു വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മാക്സിമത്തിലാണ് ഉള്ളത്. ഇതിൻ്റെ നോബ് നമുക്ക് സാവധാനം തിരിച്ചുകൊണ്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ആകുകയും അതോടൊപ്പം ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെഡ് LED കത്തുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അനലോഗ് മൾട്ടിമീറ്ററാണ് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം 2.5 ഓംസാണ് ഇപ്പോൾ ഈ മൾട്ടിമീറ്ററിൽ ഡിസ്പ്ലേ ആവുന്നത്. ഒരു ബാറ്ററിയെ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നെയാണ് ഇത്.
ഇന്നത്തെ ഈ ബാറ്ററി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലെ ഓൾ ഇനേബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ തീർച്ചയായും എത്തുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.